ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി ചേച്ചി ഇപ്പോൾ വീഡിയോ ഇടാഞ്ഞതിൻ്റെ കാരണമെന്ന് പറയുന്നത് പനി പിടിച്ചിട്ട് പനി മാറി, പക്ഷേ ഈ ചുമ മാറുന്നില്ല. വീഡിയോയുടെ ഒരു വരി അങ്ങോട്ട് പറയുമ്പോഴേ ചുമ വരുന്നത് കാരണം ചേച്ചി പിന്നെ ചുമ കുറച്ച് മാറിയിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല, കുറച്ച് കുറവുള്ളതുകൊണ്ട് ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 27 നക്ഷത്രക്കാരുടെ ഭാഗ്യനിറവും ഭാഗ്യസംഖ്യയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയതെന്ന് പറയുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത നക്ഷത്രമായ അത്ത നക്ഷത്രത്തിൻ്റെ കാര്യമാണ് ഇന്ന് ചേച്ചി പറയാൻ പോകുന്നത്. അത്ത നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് നമ്മുടെ ഗണപതി ഭഗവാനാണ്. അവരുടെ ലക്കി നമ്പരായ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 2ആണ്. ഭാഗ്യ ദിവസമെന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. ഭാഗ്യ കളറെന്ന് പറയുന്നത് വെള്ളയും പച്ചയുമാണ്. അവരുടെ ഭാഗ്യരത്നമെന്ന് പറയുന്നത് മുത്താണ്. അപ്പോൾ ഒന്നുകൂടെ പറയാൻ ചേച്ചി, അത്ത നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് ഗണപതി ഭഗവാനും ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 2ഉം ഭാഗ്യ ദിവസമായി കണക്ക് കൂട്ടുന്നത് തിങ്കളാഴ്ചയും ഭാഗ്യ കളറായി ധരിക്കേണ്ടുന്നത് വെള്ളയും പച്ചയും, അവർ വിരലിൽ അണിയേണ്ടുന്ന ഭാഗ്യരത്നം എന്ന് പറയുന്നത് മുത്തുമാണ്. ചേച്ചി ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉപാസനമൂർത്തികളെക്കുറിച്ചാണ്. ഓരോ നക്ഷത്രത്തിനും നക്ഷത്രാധിപൻ വേറെയുണ്ട്. ഇതിപ്പോൾ ഉപാസനമൂർത്തിയെക്കുറിച്ചാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്ത നക്ഷത്രക്കാർ എന്തെങ്കിലും സാധനങ്ങൾ, അതായത് ഫോണ്, വണ്ടി, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അവരുടെ ലക്കി നമ്പരായ 2 കൂട്ടുമ്പോൾ 2 വരുന്നത് പോലെ എടുക്കാൻ ശ്രമിക്കുക. ഇൻ്റർവ്യൂവിനോ എക്സാമിനോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ലക്കി കളറായ വെള്ളയും പച്ചയുമുള്ള കളർ ധരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉപാസനമൂർത്തിയായ ഗണപതി ഭഗവാനെ നിങ്ങൾ ആരാധിച്ചു വരിക. അത് നമ്മൾ പിന്നെ ഏത് കാര്യം എടുത്താലും ഗണപതി ഭഗവാനെ ഫസ്റ്റ് നമ്മൾ ആരാധിച്ചിട്ട് വേറെ ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്നത്. എങ്കിൽ പോലും ഓരോരുത്തരുടെ ഉപാസനമൂർത്തികൾ പറയുന്നത് കൊണ്ട് ചേച്ചി പറഞ്ഞതാണ്. പിന്നെ ഭാഗ്യരത്നമായ മുത്ത് ധരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 2024 നിങ്ങൾക്ക് ഒരുപാട് കഷ്ടത നിറഞ്ഞ വർഷമായിരുന്നു എങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ 2025 ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാലമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരവർക്ക് ഇണങ്ങുന്ന രാശിക്കല്ലുകളും, അതായത് ഭാഗ്യരത്ന കല്ലുകളും ഓരോരുത്തരുടെയും ലക്കി നമ്പരൊക്കെ ഉപയോഗിച്ച് ഓരോന്ന് വാങ്ങാൻ ശ്രമിക്കുക. പരമാവധി അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 2025 ഓഹോന്നാവും. കണ്ട ചുമ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ട് അടുത്ത പ്രാവശ്യം വരാം. മറുപടിയും ചുമ വരുന്നു, അതുകൊണ്ട് കൂടുതൽ ദൈർഘ്യം ദൈർഘിപ്പിക്കാൻ എനിക്ക് ഒക്കുന്നില്ല. അപ്പോൾ പോയിട്ട് വരാം.